ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കേവർക്കും ഹെബേറോ ദിനങ്ങളിൽ പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. ഹെബേറോ ദിനങ്ങളിൽ ഇന്ന് ശനിയാഴ്ചയാണ്, ഏറ്റവും അവസാനത്തെ ദിവസം. നാളെ പുതു ഞായറാഴ്ച. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് അനുഗ്രഹങ്ങളും അവിശ്വസ്തതയും. അനുഗ്രഹങ്ങളും അവിശ്വസ്തതയും. നമുക്ക് കിട്ടുന്ന ഓരോ കൃപാവരങ്ങൾക്കും നാം കൃത്യമായി ദൈവത്തോട് നന്ദി പറയുന്നവരായിരിക്കണം. നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ് വിവാഹത്തിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. അത് ഭാര്യയ്ക്ക് ഭർത്താവും, ഭർത്താവിന് ഭാര്യയും. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 22 ഇപ്രകാരം പറയുന്നു: ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 12:4 ഇപ്രകാരം പറയുന്നു: സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം, നാണം കെട്ടവളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഭവനവും സമ്പത്തും പിതാക്കന്മാർ വെച്ചേക്കുന്ന അവകാശം, ബുദ്ധിയുള്ള ഭാര്യയോ യഹോവയുടെ ദാനം. നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ഈച്ച് അതർ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മാരേജ് ഈസ് എ കോംപ്രമൈസ് ഫോർ മേക്കിംഗ് ഈച്ച് അതർ ഹാപ്പി. മാലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം 14-15 ഇപ്രകാരം പറയുന്നു: യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരിക്കുന്നത് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയും അല്ലോ. ലേശം പോലും സുബോധം ശേഷിക്കുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആർക്കും അവിശ്വസത കാണിക്കുന്നത് ശരിയല്ല എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. യഹോവ നിനക്കും നീ അവിശ്വസത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയും അല്ലോ. ഈ ലോകത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും വലുതാണ് ഉത്തമയായ ഭാര്യ. അവളോട് നാം എപ്പോഴും ഒരു വിശ്വസ്തത നമ്മളും കാണിക്കണം. ദൈവം തന്ന ദാനമാണ് എനിക്ക് ഈ കുടുംബജീവിതം എന്ന് മനസ്സിലാക്കി ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം നമുക്ക് മുമ്പോട്ട് നയിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം വിശ്വാസത്തോടുകൂടി നാം ജീവിക്കണം. പരസ്പരം കൃത്യമായി മനസ്സിലാക്കുകയും സന്തോഷത്തിന് വേണ്ടിയിട്ട് മുമ്പോട്ട് പ്രവർത്തിക്കുകയും അതിൻ പ്രകാരം ഒരു കുടുംബജീവിതം ഉണ്ടായിക്കഴിയുമ്പോൾ ഒരു സാക്ഷ്യമുള്ള ക്രിസ്തീയ കുടുംബം മുമ്പോട്ട് നയിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നന്ദി പറയണം. അങ്ങനെ പറയുന്ന വീടുകളിൽ മാത്രമേ ദൈവം കൊടുക്കുന്നതായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് നന്ദി പറയുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്യേണ്ടത് ദിവസവും പ്രാർത്ഥിക്കുകയും ഇടപെടാതെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നവർ ആയിരിക്കണം. ഒരു കുടുംബത്തിൽ 2 നേരമെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ അനുഗ്രഹിക്കപ്പെടുന്ന കുടുംബത്തിൽ ഉണ്ടാകുന്ന കൃപാവരങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് നന്ദി പറയുകയും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും ഈ ലോക ജീവിതം വളരെ സുഗമമായിട്ട് ജീവിക്കുവാനും പരലോകത്തിൽ സ്വർഗത്തിൽ നമുക്ക് ഒരു അവകാശം ഉണ്ടാക്കിയെടുക്കത്തക്കവണ്ണം ഒരു നിക്ഷേപം അവിടെ ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഈ ഹെബേറോ ദിനങ്ങൾ നമുക്ക് ഒരു കാരണമായി തീരത്തക്കവണ്ണം കഴിഞ്ഞ 6 ദിവസങ്ങൾ ഹെബേറോ ദിനങ്ങളിൽ നാം ചിന്തിക്കേണ്ടതായ വിഷയങ്ങളെടുത്ത് ഞാൻ ഇട്ട ഓരോ വചനങ്ങളും നിങ്ങൾ ഈ പ്രഭാത വചനത്തിൽ കേൾക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കും
എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ ഞാൻ ഈ അവസരത്തിൽ നാളെ പുതുഞാറാഴ്ചയെക്കുറിച്ച് ഇടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.